രീതിയിൽ സംഖ്യകൾ ഇയാളെ തിരികേറ്റി വിട്ടിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം മമ്മൂക്കയ്ക്ക് അവാർഡ് കിട്ടി, ദുൽഖർ സൽമാനൊക്കെ നല്ലൊരു നടൻ തന്നെയാണ്, അതിൽ വ്യത്യാസം, അതിൽ നമുക്ക് യാതൊരു സംശയമില്ല. ദുൽഖർ സൽമാന്റെ ഹവാല ഇടപാടുകൾ, വാഹനക്കടത്ത്, ഇതെല്ലാം അന്വേഷിച്ച് വരികയെ, ദുൽഖർ സൽമാന് മറ്റേ ഭൂട്ടാനുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ അന്വേഷിച്ച് വരികയെ, പിന്നീട് ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസിന്റെ അണ്ടറിൽ ഒരു പീഡനം നടന്നു എന്നുള്ളൊരു കേസും വരികയെ, ഇതൊന്നും ദുൽഖർ സൽമാന്റെ ദേഹത്തെങ്ങ് തട്ടുക പോയിട്ട് ദുൽഖർ സൽമാനെ ഒന്നും ബാധിച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലായിരിക്കെ തന്നെ വീണ്ടും ഒരു അലിഗേഷൻ, ആ അലിഗേഷൻ വന്നപ്പോൾ അയാളെ ചേർത്ത് പിടിക്കുക എന്നുള്ള രീതിയിൽ ഇതിൽ സംഖ്യകൾ കളിച്ചിട്ടുണ്ടായിരിക്കണം എന്നുള്ളത് എനിക്ക് പൂർണ്ണമായിട്ടുള്ള ഉറപ്പാണ്. കാരണം ഒരു ബിരിയാണി വെച്ചത് ദുൽഖർ സൽമാൻ അല്ല. നമുക്കറിയാം ഷാരൂഖ് ഖാൻ, അതുപോലെ മോഹൻലാൽ, എത്രയോ പേര് ബ്രാൻഡ് അംബാസഡർ ആയിട്ടുള്ള എത്രയോ പെർഫ്യൂംസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ മേടിച്ചടിക്കാറുണ്ട് അല്ലേ? ഈ പരസ്യത്തിൽ പറയുന്നത് പോലെയുള്ള ആ ഒരു സ്മെല്ല് നമുക്ക് കിട്ടാറുണ്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ പോയിട്ട് പരാതി കൊടുക്കുമോ? ഒരിക്കലും ഇല്ല. അതൊക്കെ വെറും നോൺസെൻസ് ആണ്. ഇയാൾ കാണിച്ചിരിക്കുന്ന പക്ക നോൺസെൻസ് ആണ്. പക്ഷേ ഇയാളത് പരാതി ചെയ്യണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇയാൾ കാണിക്കുന്ന നോൺസെൻസ് അല്ല, അതൊരു എന്താ പറയുക, പൗരബോധമുള്ള ഒരു മനുഷ്യൻ ചെയ്തൊരു കാര്യം